ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കണ്ണപ്പ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്ത്യൻ തെലുഗു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ. വിഷ്ണു മഞ്ജു എന്ന തെലുഗു നടൻ നായകനെത്തുന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ, പ്രഭാസ്, ഒപ്പം തന്നെ അക്ഷയ് കുമാർ തുടങ്ങിയവരൊക്കെ ഗസ്റ്റ് കാമിയോ റോളുകളെ അവതരിപ്പിക്കുന്നു. നാളെ ജൂൺ 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ഒരു ഫാന്റസി, ആക്ഷൻ, മിത്തോളജിക്കൽ, ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ പ്രീ റിലീസ് ഹൈപ്പെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ പ്രീ റിലീസ് കണ്ടന്റുകൾ കൊണ്ട് സിനിമയ്ക്ക് കാര്യമായ ഹൈപ്പൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ സിനിമയിലെ വലിയ താരങ്ങളുടെ പേരിൽ ഇതിനോടകം തന്നെ മികച്ചൊരു പ്രീ സെൽ കളക്ഷൻ തന്നെ സിനിമ ആദ്യ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നേടിയെടുത്തിരിക്കുകയാണ്. ആ പ്രീ സെൽ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രിയുടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ 2 കോടിയിലേറെ വേൾഡ് വൈഡ് പ്രീ സെയിലാണ് നേടിയെടുത്തതെങ്കിൽ ഇന്ന് ഉച്ചയോടെ അത് 5 കോടിയിലേറെ വേൾഡ് വൈഡ് പ്രീ സെല്ലിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിലെ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന മാത്രം നോക്കുകയാണെങ്കിൽ 4000-ന് മുകളിലെ ടിക്കറ്റുകൾ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബുക്കിംഗ് ഇന്ത്യയിൽ മാത്രം സിനിമയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇങ്ങ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റെല്ലാ മേഖലകളിലും സിനിമയ്ക്ക് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ ട്രെയിലറിനെല്ലാം തന്നെ ലഭ്യമായെങ്കിലും നമ്മുടെ മലയാളികൾക്കിടയിൽ ഒട്ടും മികച്ച അഭിപ്രായങ്ങളല്ലോ ലഭ്യമായത്. കേരളത്തിലെത്തിയ സിനിമയുടെ അണിയറപ്രവർത്തകർ പ്രൊമോഷൻസ് നടത്തിയതാണെങ്കിലും സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രം, ലാലേട്ടന്റെ സീൻസ് എല്ലാം തന്നെ മികച്ചതാകുമോ എന്നൊരു ആശങ്ക നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്. ഇപ്പോഴത്തെ ബുക്കിംഗിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. 10 ലക്ഷത്തിലേക്ക് മാത്രമേ സിനിമയുടെ കേരള പ്രൈസ് എത്തപ്പെട്ടിട്ടുള്ളൂ. ഫാസ്റ്റ് ഫിലിം ഷോസ് ഒന്നും തന്നെ നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ലാലേട്ടന്റെ സിനിമയിലെ പ്രകടനം, ഒപ്പം തന്നെ കഥാപാത്രമെല്ലാം തന്നെ മികച്ചതാകുകയാണെങ്കിൽ, ഒപ്പം സിനിമയും നന്നാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ ബോക്സ് ഓഫീസിൽ സിനിമ നമ്മുടെ കേരളത്തിലും ചലനം സൃഷ്ടിക്കും. എന്തായാലും നാളത്തെ പ്രതികരണങ്ങൾക്കായിട്ട് കാത്തിരിക്കാം.